എല്ലാവർക്കും നമസ്കാരം. നവനീതം ഹോംലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉച്ചയോട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയൂണിനൊരു അവിയലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ക്യാരറ്റ്, ചേമ്പ്, വെള്ളരിക്ക, പടവലങ്ങ, കത്തിരിക്ക, ബീൻസ്, അമരയ്ക്ക, മത്തങ്ങ, സവാള, തക്കാളി, കോവയ്ക്ക, ഇത്രയും സാധനങ്ങളാട്ടോ ഇട്ടിരിക്കുന്നത്. നാടൻ ഏത്തയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കറിക്കായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ലേശം വെള്ളം, ഇത്രയും കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ വേവിക്കാനായിട്ട്. അരപ്പിനായിട്ട് തേങ്ങ, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കഷ്ണങ്ങൾ വെന്ത് വന്നപ്പോൾ മൂടി മാറ്റിയിട്ട് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് അതിലേക്ക് ഇട്ടിട്ട് കഷ്ണം കൊണ്ട് തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം പെട്ടെന്ന് വേവും. പെട്ടെന്ന് വേവെന്ന് വെച്ചാൽ അവിയലിൻ്റെ അരപ്പ് ഞാൻ കേട്ടിട്ടുള്ളത് അധിക നേരം അങ്ങനെ വച്ചിരിക്കേണ്ട. അത് അവിയലിൻ്റെ അരപ്പൊക്കെ ഒരു 4-5 മിനിറ്റ് വെച്ചാൽ മതി, അപ്പോഴത്തേക്കും വെന്തോളും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനങ്ങനെയാണ് ചെയ്യാറെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അരപ്പ് വെന്തപ്പോൾ നല്ലോണം ഇളക്കിയെടുക്കുന്നുണ്ട്. ചിലർ ഇതിൽ തൈര് ചേർക്കും കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ഇതിന് മുൻപ് തൈരൊക്കെ ചേർത്തിട്ടുണ്ട്, പക്ഷെ അത് നന്നായിരുന്നു. തൈര് ചേർക്കുന്നത് നല്ലതാണ്. ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ തൈരല്ല, പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ലാസ്റ്റിൽ ചേർക്കുന്നത്. പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കുമ്പോൾ അവിയൽ റെഡിയാണ്. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞു. അവിയലും മോര് കാച്ചിയതും ഇഞ്ചിക്കറിയായിരുന്നു കേട്ടോ ഊണിന്. ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുതിയ രാമചന്ദ്ര കഴക്കൂട്ടം വെട്ട് റോഡ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് ഒരാഴ്ചയായി. അന്നോട്ടേ വരണം എന്ന് വിചാരിക്കുന്നു, ഇതുവരെ വരവ് നടന്നില്ല. ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നുമില്ല, പുതിയ ഷോപ്പല്ലേ, ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞാനും മോനും കൂടിയാണ് കേട്ടോ വന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ എല്ലാം ഒന്ന് കറങ്ങി. ഫസ്റ്റ് ഫ്ലോറിൽ ലേഡീസ് ഫെയർ ആണ് കേട്ടോ. രാമചന്ദ്രയുടെ എല്ലാ ഷോപ്പും പോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ടോപ്സൊക്കെ ഒന്ന് നോക്കി. ഞാൻ ടോപ്പൊന്നും എടുത്തില്ല, എനിക്കൊരു ചുരിദാർ സെറ്റ് മെറ്റീരിയൽ വേണമായിരുന്നു, അതൊന്ന് വാങ്ങി. കിഡ്സ് വെയർ കണ്ടു, പക്ഷേ അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങോട്ട് പോയില്ല. സെക്കൻഡ് ഫ്ലോറിൽ ആണ് കേട്ടോ മെൻസ് വെയറൊക്കെ. എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ മെൻസ് വെയർ. കാര്യം വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. ഞാൻ ചേട്ടനൊരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മെൻസ് വെയർ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കളക്ഷനുണ്ട്. ഒരുപാട് എനിക്ക് തിരയേണ്ടി വന്നില്ല. സാധാരണ ഷർട്ടൊക്കെ എടുക്കാൻ പോയാൽ ഒത്തിരി ടൈം എടുത്തിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഇത് എനിക്ക് ആദ്യം തന്നെ ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്തു. എനിക്കിഷ്ടപ്പെട്ടു, കളക്ഷൻ നന്നായിട്ടുണ്ട്. പിന്നെ മോനൊരു ജോഡി ചെരുപ്പ് വാങ്ങണമായിരുന്നു. ചെരുപ്പ് ബാഗൊക്കെ ആ സൈഡിലാണ് കേട്ടോ, സെക്കൻഡ് ഫ്ലോറിൽ.
മോനൊരു ചെരുപ്പ് വാങ്ങി, എനിക്കൊരു പേഴ്സും കൂടെ വാങ്ങി. അപ്പോൾ ഇത്രയും സാധനങ്ങളായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ടാട്ടോ. പിന്നെ വീട്ടിൽ വന്നപ്പോൾ സാധുവിനെയും ടീമിനെയൊക്കെ അഴിക്കാൻ സമയമായി. അപ്പോൾ ഒരു കൊക്കിരിക്കുന്നുണ്ടോ, ഇവിടെ ഒരാൾ ആ കൊക്കിനെ നോക്കിയിരിക്കുക കേട്ടോ. എന്നും ഇങ്ങനൊരു കാഴ്ച പതിവാണ്. ഇവിടെ വന്ന് നോക്കിയിരിക്കും. കൊക്കിൻ്റെ വഴിക്ക് പോവും, അവൻ്റെ വഴിക്ക് പോവും. കുറച്ച് നേരം നോക്കിയിരുന്ന് ബോറടിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് പോവും. ഇതെന്നും ഈ കാഴ്ച ഇങ്ങനെ കാണാറുണ്ട്. നല്ല കാറ്റാണ് കേട്ടോ ഈ വയലിൽ, എപ്പോഴും കാറ്റാണ്. നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാൻ. ഒരുതരം പുല്ലിൻ്റെ പൂവാണ് കേട്ടോ കാണുന്നത്. നല്ല ഭംഗിയില്ലേ. അപ്പോൾ സന്ധ്യയായി. പുറത്തുള്ള ജോലികൾ, സാധുവിൻ്റെ പരിപാലനമൊക്കെ കഴിഞ്ഞു വന്നു. കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി. അതിനുശേഷം കുറച്ച് അരി വെള്ളത്തിലുണ്ടായിരുന്നു, അത് അപ്പത്തിന് മാവാക്കി വെച്ചു നാളത്തേക്ക്. അപ്പോൾ ഇന്ന് അത്താഴം ഗോതമ്പ് പുട്ടും പോർക്ക് കറിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് ക്രിസ്മസ് ആഘോഷം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ട്രിവാൻഡ്രം പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ട്രിവാൻഡ്രം പോകണ്ട, ഇന്ന് ബ്ലോക്കായിരിക്കും, തിരിച്ചു വരുമ്പോൾ നല്ലോണം വൈകും, പോകണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് വേറെ എവിടെയോ ലൈറ്റിങ്ങൊക്കെ ഉണ്ട്, കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ പോയി ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് സെൻറ്റ് ഇഗ്നേഷ്യസ് ചർച്ച് പുത്തൻതോപ്പ് കേട്ടോ. അതാണ് ഈ പള്ളി. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്തിന് ഇവിടുന്ന് എളുപ്പമാണ്, പക്ഷേ ബ്ലോക്ക് കാരണമാണ് പോകണ്ടെന്ന് തീരുമാനിച്ചത്. ഇവിടെയും ലൈറ്റിങ്ങൊക്കെ നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാത്രി ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നി. ഒരു വെറൈറ്റി തീം പോലെ. ദൈവപുത്രൻ്റെ തിരുപ്പിറവി ഒരിക്കൽ കൂടി അനുസ്മരിക്കാം.
അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. ആളുകളൊക്കെ വരുന്നതേ ഉള്ളൂ. ഈ തിളങ്ങുന്ന നക്ഷത്രം പോലെ എല്ലാവരുടെയും ജീവിതം ശോഭനമാവട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ദിനാശംസകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.